വൈശാഖ മഹോത്സവത്തിലെ അത്യന്തം ഭക്തിനിർഭരവും ഭക്തജനത്തിരക്കേറിയതുമായ ദിനമാണ് ഇളനീർവെപ്പ് നടക്കുന്ന ദിവ്യസുദിനം. തിരുവഞ്ചിറയിൽ കിഴക്കെനടയിലായി നിർദ്ദിഷ്ട സ്ഥാനത്താണ് ഇളനീർക്കാവുകൾ സമർപ്പിക്കുന്നത്. ഏകദേശം സന്ധ്യാസമയത്തോടുകൂടിത്തന്നെ ഇളനീർക്കാവുകളുമായി ഭക്തന്മാർ കിഴക്കേ നടയുടെ ഇരുഭാഗങ്ങളിലുമായി മുഹൂർത്തസമയം കാത്തു നിലയുറപ്പിക്കുന്നു. അന്നേ ദിവസം ക്ഷേത്രപരിസരമാകെത്തന്നെ ഓങ്കാരധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷം ഭക്തജനമനസ്സുകളെ ആത്മനിർവൃതിയുടെ ഉത്തുംഗശൃംഗത്തിൽ എത്തിക്കും. തിരുവത്താഴപൂജയും ശ്രീഭൂതബലിയും കഴിയുന്ന തോടെ ഇളനീർവെപ്പിനുള്ള മുഹൂർത്തം ആഗതമാവുകയായി. മുഹൂർത്തരാശി വിളിച്ചറിയിക്കുന്ന ഉടൻ തന്നെ കാര്യത്ത് കൈക്കോളൻ കോവിലകം കയ്യാലയുടെ അധിപൻ തിരുവഞ്ചിറയിൽ കിഴക്കേ നടയിൽ നിശ്ചിത സ്ഥാനത്ത് തട്ടും പോളയും വെക്കുന്ന മാത്രതന്നെ ഇളനീർ ഭക്തന്മാർ ഇളനീർ സമർപ്പണം നടത്തുകയായി. ഇളനീർ ഭക്തന്മാർ തിരുവഞ്ചിറയുടെ മുകൾ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന വീരഭദ്രസ്വാമികളെ കൈവണങ്ങി ദക്ഷിണ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷമേ മടങ്ങുകയുള്ളൂ. പതിനായിരക്കണക്കായ ഇളനീർക്കാവുകളുടെ ഒരു ഗിരി തന്നെ തിരുവഞ്ചിറയിൽ രൂപപ്പെടുന്നതായി കണ്ടുവരുന്നു. എണ്ണയും ഇളനീരും വെക്കുന്നതോടുകൂടി ഈ മഹൽകർമ്മം പര്യവസാനിക്കുകയായി. ഈ വർഷത്തെ തീയതി ജൂൺ 7 ഞായർ.